കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജീവനക്കാരുടെ വലിയ ക്ഷാമം അനുഭവപ്പെടുമ്പോഴും പുതിയ തസ്തിക സൃഷ്ടിക്കാതെ താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്താനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തം. ഭരണാനുകൂല നഴ്സുമാരുടെ സംഘടനയായ KGNA ആണ് പ്രതിഷേധത്തിന് മുന്നിൽ. പുതിയ തസ്തിക സൃഷ്ടിച്ച് നിലവിലുള്ള PSC ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. സാനി മനോമി തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കണ്ടുവരാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് 150 ഡോക്ടർമാർ അല്ലാത്ത ജീവനക്കാരുടെ ഒഴിവുകളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് വിളിച്ചിരിക്കുന്നത്. താൽക്കാലികമായി ഈ ഒഴിവുകൾ നികത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ തസ്തികകളെല്ലാം സ്ഥാപിക്കണം, അതായത് ഈ തസ്തികകൾ രൂപപ്പെടുത്തി കൊണ്ടുവരണമെന്നാണ് സർക്കാർ അനുകൂല സംഘടന കൂടിയായ KGNA ആവശ്യപ്പെടുന്നത്. കാരണം ഇത്രയധികം തസ്തികകൾ ഉണ്ടായിട്ടും ഇതിൽ ആളുകളെ നിയമിക്കുന്നില്ല എങ്കിൽ, സ്ഥിരമായി നിയമിക്കുന്നില്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. ഇതേ സാഹചര്യം തന്നെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നതെന്ന് അവർ പറയുന്നു. നമുക്കിപ്പം KGNAയുടെ പ്രജിത്ത് എന്ന നേഴ്സ് നമുക്കിപ്പോൾ ഉണ്ട്. ഇതെങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമുക്ക്? അതായത് ഇപ്പം നിലവിൽ നമ്മൾ ഈ PMSSY ബ്ലോക്ക് സ്ഥാപിക്കുമ്പോൾ തന്നെ KGNA എന്നുള്ള നിലയ്ക്ക് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട അധികാരികളോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ക്രിയേഷൻ നടത്തണം. പുതിയ തസ്തിക സൃഷ്ടിച്ച് മാത്രമേ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്ര കണ്ട് 5 നിലകളിലായി വിവിധ വിഭാഗങ്ങളിലായി നിരവധിയായിട്ടുള്ള ബെഡുകൾ, ICUകളൊക്കെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തണം എന്നുള്ളതായിരുന്നു സംഘടന ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള രീതിയിൽ പോസ്റ്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട ഫയലുകളും സർക്കാരിൻ്റെ പരിഗണനയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 മാസം മുന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ആശുപത്രികളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു പക്ഷേ നഴ്സിംഗ് മേഖലയൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. അതായത് ഒരു സ്വകാര്യ ഏജൻസിക്ക് നഴ്സുമാർ ഉൾപ്പെടെയുള്ള, അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 150 പേരാണ്. അതിൽ 68 നഴ്സുമാർ, മറ്റ് വിഭാഗം ജീവനക്കാർ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 50 തസ്തിക ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ട്രോമ കെയർ യൂണിറ്റുമായി ബന്ധപ്പെട്ട് അതിൽ 42 പേര്. ആ രീതിയിൽ 110 നഴ്സിംഗ് തസ്തിക ഉൾപ്പെടെയാണ് ഔട്ട്സോഴ്സ് ചെയ്ത് ഒരു ഏജൻസിക്ക് കൈമാറാനുള്ള തീരുമാനം വന്നിട്ടുള്ളത്. ഈ തീരുമാനം പ്രതിഷേധാർഹമാണ്. ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ, ഇത് വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകിയിട്ടുണ്ട്. കാരണം ആരോഗ്യ മേഖല പോലെ ഇത്രയും ശ്രദ്ധ വേണ്ട, വളരെ കെയർഫുള്ളായി ജോലി ചെയ്യേണ്ട ഒരു ഇടത്തിൽ ഒരു സ്വകാര്യ ഏജൻസി മുഖാന്തരം ആളുകളെ നിയമിക്കുക എന്ന് പറയുന്നത് ആശുപത്രി അകത്ത് തന്നെ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഈ തീരുമാനം ഒരു രീതിയിലും ശരിയല്ല എന്നുള്ളത് തന്നെയാണ് സംഘടനയുടെ അഭിപ്രായം. കാരണം സംഘടന കാലാകാലങ്ങളായി താൽക്കാലിക നിയമനങ്ങൾ പോലും പാടില്ല, സ്ഥിരം നിയമനങ്ങൾ തന്നെ നൽകണം എന്നുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന സംഘടനയാണ്. അതുകൊണ്ട് ഇത് കൃത്യമായി വകുപ്പ് മന്ത്രിയുടെയും കോഴിക്കോടിൻ്റെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ട്. അതായത് ഇവർ പറയുന്നത് നേരത്തെ അടക്കം ഈ തസ്തികകൾ സൃഷ്ടിക്കാനും അല്ലെങ്കിൽ പുതിയ നിയമനങ്ങൾ നടത്താനും അടക്കം സർക്കാർ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ക്രൂഷ്യൽ സ്റ്റേജാണ്. ആ സ്റ്റേജിൽ കൂടുതലായി തസ്തികകൾ സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല PSCയുടെ റാങ്ക് ലിസ്റ്റ് അടക്കം നിലവിലുള്ളതാണ്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാരുടെ ഒഴിവ് വലിയ തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നഴ്സുമാരുടെയും അതുപോലെ മറ്റ് ഇതര തസ്തികകൾ കൂടി ഉടൻ തന്നെ നിയമനം നടത്തണമെന്ന ആവശ്യവുമായി KGNA രംഗത്തെത്തുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ പരിഗണിക്കേണ്ടതാണ്. സ്ഥിരം നഴ്സുമാരെ അവിടെ ആവശ്യമുണ്ട്. താൽക്കാലികമായിട്ട് സാമ്പത്തിക പ്രതിസന്ധിയാവാം കാരണം, പക്ഷേ എങ്കിലും ഈ ഒഴിവുകൾ സ്ഥിര നിയമനക്കാരെ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. ഇത്തരം കാര്യങ്ങളിൽ സർവീസ് മേഖലകളിൽ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലും പോലീസിംഗ് മേഖലയിലുമൊക്കെ ആ സാമ്പത്തിക പ്രതിസന്ധി പ്രതിഫലിച്ചു തുടങ്ങിയാൽ സാധാരണക്കാരന് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തുടങ്ങും. KGNA പറയുന്നതിൽ വസ്തുതയുണ്ട്.